So today's lesson is I Stand With You Against the Disorder by Jeanette Armstrong. The lesson is on page 28. ഈ ലെസണിൽ ജീനറ്റ് ആംസ്ട്രോങ്ങിനെ പറ്റിയുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ആണ് ആദ്യം തരാൻ പോകുന്നത്. ജീനറ്റ് ആംസ്ട്രോങ്ങിന്റെ Janet Armstrong is what you call a red Indian or what we call a native Indian. അതായത് അമേരിക്കയിലെ അവിടെ താമസിച്ചിരുന്ന ആൾക്കാര് അവരെയാണ് ഇന്ത്യൻസ് എന്ന് പറയുന്നത്. റെഡ് ഇന്ത്യൻസ് ആണ് അവരുടെ ഒരു പേര്. പക്ഷെ വാട്ട് ഹസ് ഹാപ്പൻഡ് ഇസ് വെസ്റ്റേണേഴ്സ് വന്നിട്ട് അമേരിക്ക കോളനൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്ട് ഹാപ്പൻഡ് വാസ് ഇവരെ എല്ലാവരെയും ഒരു അങ്ങനെ അവരുടെ സ്ഥലം മുഴുവൻ ഈ ഫോറിനേഴ്സ് വന്നിട്ട് വെട്ടിപ്പിടിച്ച്, ബിക്കോസ് ദി ഫോറിനേഴ്സ് ഹാഡ് ഗൺസ് ആൻഡ് അതർ തിങ്സ് ദാറ്റ് ദി റെഡ് ഇന്ത്യൻസ് ഡിഡ് നോട്ട് ഹാവ്. റെഡ് ഇന്ത്യൻസിൽ ഈ ബോ ആൻഡ് ആരോസ് എന്ന് പറഞ്ഞ ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്പും വില്ലും. അപ്പോൾ ബിക്കോസ് ഓഫ് ദാറ്റ്, സിൻസ് ദി ഇൻവേഡേഴ്സ് ഓർ ദി വെസ്റ്റേണേഴ്സ് were technically superior in firearms, because of that ഇവർക്ക് they lost almost all their property, and most of them are now confined in what you call reserves എന്ന് പറഞ്ഞാൽ അവർക്ക് ചില ഭാഗങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്, ആ ഭാഗങ്ങൾ മാത്രമേ അവരുള്ളൂ. ദിസ് ഇസ് സിമിലർ ടു ദ കേസ് ഓഫ് നമ്മുടെ എം എ റഹ്മാന്റെ ലെസണിൽ നെഞ്ചമ്പറമ്പിൽ they said that there was a set of what you call the tribal colony. അപ്പോൾ അവരുടെ നാടാണ് അത്. പക്ഷെ ആ സമയത്ത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് വന്നിട്ട് 5000 ഏക്കർ വേണമെന്ന് പറഞ്ഞിട്ട് 5000 ഏക്കർ മുഴുവൻ വളച്ചു. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇവരുണ്ട്. ആ സ്ഥലം അവർക്ക് മാത്രം മാറ്റി കൊടുത്തു. അത്രത്തോളം. സോ ബേസിക്കലി what we find here is this sort of colonialism, how the people of their own people who have their own land are suddenly confined to limited spaces because of what you call colonialism or capitalism and all these things. So ഇതിൽ ഒരു റെഡ് ഇന്ത്യൻ അല്ലെങ്കിൽ ഓക്കനാഗൻ ട്രൈബിനെ പറ്റിയാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഓക്കനാഗൻ ട്രൈബിലെ ഒരു വക്താവാണ് ജീനറ്റ് ആംസ്ട്രോങ്. ജീനറ്റ് ആംസ്ട്രോങ് born in 1948, Okanagan Reserve in British Columbia, Canadian American Northern America ഭാഗത്തുള്ള ഇത് ലേഡിയാണ് Jeanette Armstrong. She is a writer, she is a civil rights activist, sculptor, educationist, and she is the first native woman novelist in Canada. കാനഡയിലെ ആദ്യത്തെ വുമൺ നോവലിസ്റ്റ് ആണ്. ആൻഡ് ഹെർ ഫസ്റ്റ് നോവൽ ഇസ് സ്ലാഷ്. ആൻഡ് ഷീ ജനറലി റൈറ്റ്സ് അബൌട്ട് ദിസ് കണ്ടംപററി കനേഡിയൻ നേറ്റീവ് ഫിക്ഷൻ. സോ ദിസ് ഇസ് ജനറലി വാട്ട് ഷീ ഇസ് അഡ്രസ്സിങ്. ഷീ ഈസ് പ്രൗഡ് ഓഫ് ഹർ ഹെറിറ്റേജ്. അപ്പൊ ഈ റെഡ് ഇന്ത്യൻസിന്റെ ഒരു ഫോട്ടോ അവിടെ കാണാം. അവരുടെ ഡ്രസ്സൊക്കെ വളരെ ഇലാബറേറ്റ് ആണ്. അവർക്ക് ദേ ബിലീവ് ദാറ്റ് ദി എർത്ത് has been given to them by God, and they should preserve it as much as possible. അതിൽ വരുന്ന നദികള്, അതിലുള്ള the birds of the air, the fish of the sea, ഇതൊക്കെ എല്ലാം തന്നിരിക്കുന്ന ദൈവമാണ്. ആൻഡ് ഇവർക്ക് the Indians, the red Indians have the right, or they have been given the authority to protect nature as much as possible. ഇതാണ് അവരുടെ പൊതുവെ ഉള്ള ജനറൽ ഫിലോസഫി. അതിൽ Jeanette Armstrong is proud of her heritage. Writing for her is a healing process through which she continuously articulates that there is nothing disgraceful about her brown skin or native philosophy. She condemns the Western philosophers and their educational objectives, which only serve to liberate the Indians from their indigenous selves, thereby accelerating the suicide rates among them. She is very proud of her heritage.
അപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ, നമ്മുടെ the family that we are born into and the what you call, we have lots of traditions and heritage. ആ കാര്യങ്ങളൊക്കെ we are always very proud of it. ഇതേപോലെ Janet Armstrong is very proud of those things. For her, writing is a healing process. So when she feels pained, എവിടെയെങ്കിലും വേദനകളോ സങ്കടങ്ങളോ വരുമ്പോൾ, what she does is she writes and she constantly articulates. She keeps writing that there is nothing disgraceful about her brown skin or native philosophy. There is no problem. She doesn't mind, or she's not concerned that she is brown skinned. ചിലവർക്കുണ്ടല്ലോ, എനിക്ക് അയ്യോ ഞാൻ വെളുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് സങ്കടമാണ്, അതൊന്നുമില്ല. ഷീസ് വെരി പ്രൗഡ് ഓഫ് ഹർ ബ്രൗൺ സ്കിൻ ആൻഡ് ഷീസ് ഓൾസോ പ്രൗഡ് ദാറ്റ് ഷീസ് എ നേറ്റീവ് ഇന്ത്യൻ. However, she condemns the Western philosophers. അവരെ ഇടയ്ക്കിടയ്ക്ക് അവരെ ക്രിട്ടിസൈസ് ചെയ്യും, അവരോട് പറയും, and their educational objectives, which only serve to liberate the Indians from their indigenous selves, thereby accelerating the suicide rates. അപ്പോൾ വെസ്റ്റേൺ ഫിലോസഫേഴ്സിന്റെ ഒരൊറ്റ എയിമേ ഉള്ളൂ, ഇവർക്ക് കുറച്ച് പഠിപ്പ് കൊടുക്കുക, പഠിപ്പ് കൊടുത്തോടുകൂടെ ആൻഡ് ദെൻ ടേക്ക് അവേ ദെയർ പ്രോപ്പർട്ടി. ആ ഒരു ഇത് മാത്രമേ വെസ്റ്റേണേഴ്സിനുള്ളൂ. ആൻഡ് അത് കാരണത്താൽ ഈ റെഡ് ഇന്ത്യൻസിന്റെ കമ്മ്യൂണിറ്റിയിൽ വളരെയധികം സൂയിസൈഡ് ഒക്കെ ഉണ്ട്. സോ she criticizes the Westerners and says that they are trying to destroy the culture of the Okanagans. ഈ പർട്ടിക്കുലർ ഇത് ആർട്ടിക്കിൾ യെസ് മാഗസീനിൽ വന്നതാണ്. November 8th, 2005 വന്ന ആർട്ടിക്കിൾ ആണ്. And in this article, Armstrong points out the destructive effects of global economy. She declares her unflinching loyalty to the Okanagan community and all other similar indigenous tribes who are compelled to become cheap labor force and face the threat of dispossession, becoming victims of privatization of land and the thoughtless exploitation of resources. The westernization of undeveloped culture is only a cunning pretext to generate new markets. The Okanagans, according to Armstrong, are people who promote bio-regionally self-sufficient economies and the knowledge that total community must be engaged in order to attain sustainability. The objective of her article is declaration of solidarity against the violence. അപ്പൊ ഇതിൽ ആദ്യത്തെ പാരഗ്രാഫ് ഉണ്ട്, she declares her unflinching loyalty to the Okanagan community. അപ്പൊ ഞാൻ ഓക്കനാഗൻ ആണ്, അതുകൊണ്ട് I am with my community. അതേപോലെ എന്താ പറ്റുന്നത്, they are compelled to become cheap labor force. അപ്പൊ അവരെ ഓരോ സ്ഥലത്ത് വെസ്റ്റേണേഴ്സ് പിടിച്ച് കൊണ്ടുപോയിട്ട് അവരുടെ പൈസ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പണം വളരെ കുറച്ച് തുച്ഛമായിട്ട് ഉള്ളത് കൊടുക്കുള്ളൂ. ആൻഡ് ഓൾസോ ദേ ഫേസ് ദ ത്രെറ്റ് ഓഫ് ഡിസ്പൊസഷൻ. അവരുടെ ലാൻഡ്, അവർക്കുണ്ടായിരുന്ന സ്ഥലം അത് വെസ്റ്റേണേഴ്സ് കൊണ്ടുപോകും. ദേ ബിക്കം വിക്ടിംസ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഓഫ് ലാൻഡ്. ആ ലാൻഡ് വെസ്റ്റേണേഴ്സിന്റെ ആണെന്ന് അവർ പറയും. ഇത് പ്രത്യേകിച്ച് അമേരിക്കയിൽ അത് വളരെയധികം ഉണ്ടായത് ആ റെയിൽവേസ് വന്നപ്പോഴാണ്. റെയിൽവേസും ഈ they wanted to build the connectivity line between the one end of America to the other end of America. നിങ്ങൾക്ക് അമേരിക്ക അറിയാലോ, ഒരു വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അത് കണക്ടിവിറ്റി റെയിൽ റോഡ് ആയിരുന്നു ആദ്യത്തെ കണക്ടിവിറ്റി, ട്രെയിൻ സർവീസ്. അപ്പോൾ റെയിൽ വെച്ച് തന്നെ നേരത്തെ പ്രശാന്ത് സാറ് പറഞ്ഞ പോലെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം മുമ്പ് പ്രശാന്ത് സാർ പറഞ്ഞു, ഈ റെയിൽ റോഡ് ഇവര് ഇട്ടത് തന്നെ ഈ നാട്ടുകാരെ നന്നാക്കാനല്ല, അതേ സമയത്ത് അവരുടെ സാധനങ്ങളും അല്ലെങ്കിൽ അവരുടെ ഗുഡ്സ്, അവരുടെ റിസർവ്സ് അത് മുഴുവൻ അവിടുന്ന് പ്ലണ്ടർ ചെയ്തിട്ട് അത് ഇവര് വെസ്റ്റേണേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എ കണ്ണിങ് പ്രീടെക്സ്റ്റ്. വെറുതെ ഒരു പറയാ, ഇല്ലല്ല ഞങ്ങൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അവിടുന്ന് ഇങ്ങോട്ടേക്കും ട്രാൻസ്പോർട്ടേഷന് വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ചെയ്യുന്നത് ശരിക്കും അതിനൊന്നുമല്ല.
They got a lot of meat, they got a lot of gold, they got a lot of other resources by putting this. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നല്ലവണ്ണം അറിയാം. ഇന്ത്യയിലും അതേപോലെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് നമ്മളുടെ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവുക ചെയ്തത്. So the westernization is basically just a cunning pretext to generate new markets. And Janet Armstrong declares her solidarity against the violence. ഞാൻ എന്തായാലും ഇവരെ കൂടെയാണ് എന്നുള്ള ഇതാണ് പറയുന്നത്. So what we are going to do is we are going to watch a small video. Communities that are real in terms of long-term communities have something to offer in terms of finding ways to embrace and bring back to community and back to family and back to better values those people that it was stolen from. And I'm talking about everybody that had to find reasons to move outside of their own confines and their own violence and their own I guess the making of that kind of violence. In Europe, for instance, the vast majority of people, immigrants that moved here, came here because they had nothing back home, and the violence on them on an everyday level is just as severe or worse in many cases in terms of the poverty and the classlessness and the hierarchies that are created to maintain those kinds of systems. And so you find all of those people, like the people in my community, not understanding and not knowing that there's value in community, and there's value in family, and there's value in long-term relationships to place and relationships to each other. And that's what builds strong community and strong, healthy and vibrant people on a land, and a deeper understanding of how we need to be with each other in order to be a certain way with the other relatives, the other living things that are on that land. And that doesn't happen in one generation. That happens over many generations. As people, know if they're third or fourth generation farmers or ranchers or people connected to land in any other way, it becomes something much deeper. So this is basically what Janet Armstrong says, that they have all been although they are what you call these Okanagan tribes, they have been taken away from their property, their place, because of what you call the colonization of the Westerners. അപ്പോൾ ഇതിൽ തുടക്കത്തിൽ ഇങ്ങനെയാണ്: I am from the Okanagan region of British Columbia that is very dry and hot. Around my birthplace are two Rocky Mountains, the Cascades on one side and the Selkirk on the other side. The main river that flows through our lands is the Columbia. My mother is a river Indian. About the സ്ഥലത്തിന്റെ ഇതാണ്. She's നമ്മൾ കേരളി. My mother is a Malayali എന്നൊക്കെ പറയുന്നത്. My mother is a river Indian. The Kettle River people are in charge of fisheries in the northern part of the Columbia River system in our territories. My father's people are mountain people. They occupied the northern part of British Columbia, known as the Okanagan Valley. My father's people were hunters. My name is passed on from my father's side of the family
and is my great grandmother's name. അപ്പോൾ ആദ്യത്തെ തുടക്കം ഇൻട്രഡക്ഷൻ ആണ്. അമ്മ ഫിഷർ ഫാമിലിയാ. സോ ദൈവം അല്ലെങ്കിൽ they have been given charge. ആരാണോ the superior one has given them the charge of the river system. But this is their belief. അപ്പൊ എൻ്റെ അമ്മയുടെ ഫാമിലിക്കാണ് റിവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ആ റിവേഴ്സിലെ കെറ്റിൽ they are known as the Kettle River people. അതിൽ the land that this river passes, this river is known as the Columbia River system. അതിൽ കെറ്റിൽ റിവർ ഇവർക്കാണ് ചാർജ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള മട്ടിലാണ്. സോ മൈ മദർ ഇസ് എ റിവർ ഇന്ത്യൻ and my father is from the mountains. My father's people, they were traditionally hunters, and my name Jeanette Armstrong is passed on from my father's side. അങ്ങനെയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. And when I introduce page 31 ആണ് ആ ടെക്സ്റ്റ് ബുക്കിലുള്ള വരുന്നത്. And when I introduce myself to my own people, I describe these things because it tells them what my responsibilities are and what my goal is and what I need to carry with me, what I project, what I teach, and what I think about, what I must do and what I can't do. So these are the general things that I am supposed to do because I am an Okanagan. So who are these Okanagans? These are people who promote bio-regionally self-sufficient economies. The Okanagan actually means the ones who dream and land together. അപ്പോൾ ഇതാണ് അവരെ ട്രഡീഷണലി ദീസ് പീപ്പിൾ ആൾക്കാരെ കാണാം. നേരത്തെ പറഞ്ഞ പോലെ അവര് വളരെ അധികം ഇലാബറേറ്റ് ആയിട്ട് ഡ്രസ് ചെയ്യും. പക്ഷെ അതേ സമയത്ത് ദേ പ്രൊമോട്ട് ബയോ-റീജിയണലി സെൽഫ് സഫിഷ്യന്റ് എക്കോണമീസ്. ബയോ-റീജിയണലി സെൽഫ് സഫിഷ്യന്റ് എക്കോണമീസ് ഇതാണ് ഇപ്പോഴത്തെ കാലത്ത് വി ആർ ഓൾ ട്രൈങ് ടു എയിം ഫോർ. പക്ഷെ ഒന്ന് സെൽഫ് സഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരള ഗവൺമെന്റ് ദേ ആർ ട്രൈങ് ടു പ്രൊമോട്ട് ദാറ്റ് ത്രൂ ദി ലോക്കൽ ബോഡീസ്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ പച്ചക്കറി നടുക ആൻഡ് ട്രൈ ടു ഹാവ് ദാറ്റ്. പിന്നെ ബാക്കിയുള്ള അത്യാവശ്യ സാധനങ്ങളും സംതിങ് ലൈക്ക് കേരളത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. സോ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വിൽ ബി ലെസ്. അങ്ങനെ ബയോ റീജിയണലി self-sufficient economies. Try to get all your produce from a local source or maybe a slightly wider area and be sort of satisfied with it. Most of the things that you need should be available locally. This is what the Okanagan people are also trying to promote. And the other meaning of Okanagans is the ones who dream and land together. So these are the people who dream together and are grouped together. They are together. They will not be lost. They will have what you call interfaith. They will marry within themselves and so on and so forth, so that their community will be strong. So this is what the meaning. So we are dream, memory, and imagination. So this is basically what they say. Page 32, last paragraph. We are dream, memory, and imagination. So this is what they mean by this tribe Okanagans. And another part of the word, page 32, first paragraph. And another part of the word means that if you take a number of strands of hair or twine and place them together, then rub your hands, they become, and bind them together, they become one strand. Mudi, what do? You just rub your hands and then it becomes twisted, and at the same time it becomes strong. ആ ടുഗദർനെസ് ആണ്. ഒറ്റമുടി വലിച്ചാൽ പുറത്തേക്ക് വരും. ഇത് സ്ട്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ട്വിസ്റ്റ് ചെയ്തിട്ട് വൺസ് യു മേക്ക് ഇറ്റ് ഇൻ ടു എ സ്ട്രാൻഡ് പിന്നെ ഓർ വാട്ട് യു കോൾഡ് എ ബ്രെയ്ഡ് അതോടുകൂടെ then it is not very easy to pull off. So together or collectively
we form a strong bond. ഇതാണ് Okanagan's അടുത്ത ഭാഗത്തെ meaning. So the Okanagan meaning is we dream and land together. That means we dream things together and we also group together. We sort of stay also in one place. But this is basically the meaning of Okanagans. Now, for this, there are 4 capacities through which we operate together. 1, the physical self, the emotional self, the thinking self, and the spiritual self. So these are 4 different things that we as Okanagans believe that we become individuals because of these 4 main capacities. And these 4 main capacities operate together. ഈ 4 കാര്യങ്ങളില്ലാണ്ട് ഈ 4 കാര്യങ്ങളോട് കൂടിയാണ് ഞങ്ങൾ ക്രിയേഷനോട് കൂടെ ചേരുന്നത്. അതായത് ക്രിയേഷൻ എന്ന് പറയുന്ന ദൈവം. I think most of us believe that God created the heaven and earth. Of course, there are some people who contest that. At the same time, I think a vast majority of us believe that God created the heavens and earth, or at least the Christian belief is like that. And so, in this, these 4 things also are required so that we can also be along with the creation. What are those 4 things? We need the physical self. നമ്മുടെ human body വേണം. Human body ഇല്ലാണ്ട് we are not one with creation. And the emotional self. What is emotion? All the different emotions that we can have. Happiness, joy, mirth, laughter, sadness, anger, all the different emotions. Then the thinking and intellectual self. We need to think about certain things. Is it right? Is it wrong? Should we do it? Should we not? So these are certain things that we need to think about. And plus the spiritual self. We also need time to meditate. We also need time to reflect. I quarreled with my brother. I quarreled with my neighbors. Should I have done that? Or how can I repent from this? So there should be a time of what you call spiritual. There should be a space for spirituality where you will have to reflect on the things that you have done. So we as Okanagans, we believe that we become one with the Creator only if we have these 4 main capacities: the physical self, the emotional self, the thinking self, and the spiritual self. And